ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മാസത്തെ നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഹൈ നോക്കിയാൽ ഇത് 7ാമത്തെ പ്രാവശ്യമാണ് നിഫ്റ്റി 25,000 എന്നുള്ള ലെവല് ക്രോസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പത്തെ ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ മെയ് 20-ാം തീയതി, മെയ് 19-ാം തീയതി, അതുപോലെ മെയ് 16-ാം തീയതി, 15-ാം തീയതി, അങ്ങനെ മെയ് മാസത്തിലാണ് 7 പ്രാവശ്യവും നിഫ്റ്റി ഈ 25,000 എന്ന ലെവലിൽ എത്തിയത്. ഏറ്റവും അവസാനം എത്തിയത് മെയ് 28-നാണ്. അതിനുശേഷം പിന്നീട് 25-ൽ എത്താൻ നിഫ്റ്റിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ ഇൻട്രാഡേ ലോ നോക്കിക്കഴിഞ്ഞാൽ 24,500 താഴെ നിഫ്റ്റി 6 പ്രാവശ്യം വന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ഈ 6 പ്രാവശ്യം വന്നത് മെയ് മാസത്തിലാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ അവിടെ മെയ് 22-ാം തീയതിയാണ് ഏറ്റവും അവസാനമായിട്ട് 24,462 എന്ന ലെവലിൽ നിഫ്റ്റി എത്തുന്നത്. അതിനുശേഷം ഈ ജൂൺ 6-ാം തീയതി വരെ നിഫ്റ്റി ഒരിക്കലും ആ ഒരു 24,500 താഴെ പോയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 24,500-നും 25,000-നും ഇടയിൽ നിഫ്റ്റി ഈ ജൂൺ മാസത്തിൽ അതിനിടയിൽ കിടന്ന് മുന്നോട്ടും താഴോട്ടേക്കും പോവുക എന്നല്ലാതെ ഈ 2 ലെവലുകളിൽ ക്രോസ് ചെയ്തുകൊണ്ട് താഴോട്ടേക്കോ അല്ലെങ്കിൽ 25,000 ക്രോസ് ചെയ്തുകൊണ്ട് മുകളിലേക്കോ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഇന്ന് നിഫ്റ്റി അതിപ്പോൾ 25,000-ന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ഒരു റോക്കറ്റ് റാലി നടക്കാൻ തക്ക രീതിയിലുള്ള ഡൊമസ്റ്റിക് ക്യൂസ് ആണ് വന്നിട്ടുള്ളത്. മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് അതിൻ്റെ ഔട്ട്കം പ്രതീക്ഷിച്ചതിന് അപ്പുറമായിരുന്നു. പൊതുവെ അനലിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചത് 0.25-ന്റെ ഒരു റേറ്റ് കട്ട് മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ നടന്നിട്ടുള്ളത് 0.5%-ന്റെ ഒരു ജംബോ റേറ്റ് കട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഇത്തരം ഒരു 0.5%-ന്റെ ആ ഒരു റേറ്റ് കട്ടാണ് മാർക്കറ്റിന് ഈ 252 പോയിന്റിന്റെ ഒരു അപ്സൈഡ് നിഫ്റ്റിയിൽ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിനോടനുബന്ധമായിട്ട് നടന്നതായിട്ട് കാണാം. അത് ബാങ്കുകളുടെ ക്യാഷ് റിസർവ് റേഷ്യോ, CRR റേഷ്യോ, അതവർ 100 ബേസിസ് പോയിന്റ് കുറച്ചതായിട്ട് കാണാം. നമുക്കറിയാം CRR റേഷ്യോ എന്ന് പറയുന്നത് ബാങ്കുകൾ നിർബന്ധമായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് റിസർവ് ചെയ്ത് വെക്കേണ്ട ക്യാഷാണ്. അപ്പോൾ അത് ഇത്ര ആൾ 4%, അതാണ് ഒറ്റയടിക്ക് 1% കുറച്ചുകൊണ്ട് 3%-ലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു നീക്കത്തിലൂടെ ഏകദേശം 2.5 ലക്ഷം കോടി രൂപയാണ് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത്. അത് ഇത്ര ആളും റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ ഒരു ഗ്യാരണ്ടി എന്നുള്ള നിലക്ക് ഈ ബാങ്കുകൾ സൂക്ഷിച്ചു വെച്ച ഈ ഒരു പണം 1% അതിൻ്റെ ആ ഒരു CRR റേഷ്യോ കുറച്ചപ്പോൾ 2.5 ലക്ഷം കോടി മാർക്കറ്റിൽ ഒഴുകുന്ന അത്ര വമ്പിച്ച ഒരു ലിക്വിഡിറ്റിയാണ് ഇതുവഴി വരാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി 0.5 റേറ്റ് കട്ടും ഈ ഒരു CRR റേഷ്യോയും കൂടി ചേർന്നപ്പോൾ ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വരാൻ പോകുന്നത് വൻതോതിലുള്ള ലോൺ ഡിസ്പേഴ്സൽ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ലോൺ ശക്തമായിട്ട് മാർക്കറ്റിലേക്ക് പല രീതിയിൽ EMI ആയിട്ടും ഹൗസിംഗ് സെക്ടറിലേക്കും കൺസ്യൂമർ ഡിസ്ക്രിഷണറി സെക്ടറിലേക്കും ഓട്ടോ സെഗ്മെൻറ്റിലേക്കും ഒക്കെ പോകുമ്പോൾ ബാങ്കുകളുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉയരുകയാണ്, ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകം വർദ്ധിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിലൊക്കെ വലിയൊരു മുന്നേറ്റത്തിന് സഹായകമാകുമെന്നുള്ള കാര്യം തർക്കമില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം RBIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് കഴിഞ്ഞ മീറ്റിങ്ങിൽ തന്നെ വ്യക്തമായിരുന്നു. കാരണം അന്ന് RBIയുടെ സ്റ്റാൻഡ് അക്കോമഡേറ്റീവ് സ്റ്റാൻഡായിരുന്നു. അപ്പോൾ അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അത്തരം ഒരു സ്റ്റാൻസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരു റേറ്റ് കട്ടിൻ്റെ സാധ്യത അവിടെ തുറന്നിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ MPC മീറ്റിങ്ങിന് ശേഷം RBI ഗവർണർ പറഞ്ഞിട്ടുള്ളത് അവരുടെ അക്കോമഡേറ്റീവ് സ്റ്റാൻഡിൽ നിന്നും ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് പോകുമെന്നാണ്. അപ്പോൾ അക്കോമഡേറ്റീവിൽ നിന്ന് ന്യൂട്രലിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഇനിയുള്ള റേറ്റ് കട്ടിൻ്റെ സാധ്യത തീരെ മങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇന്നത്തെ ഈ 0.5 റേറ്റ് കട്ടോടുകൂടി നിലവിൽ ബാങ്കിങ് സിസ്റ്റത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കാണാൻ കഴിയുക 5.5% ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇനി താഴോട്ടേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇപ്പോഴത്തെ ഈ ന്യൂട്രൽ സ്റ്റാൻഡ് കൊണ്ട് വരാൻ പോകുന്നത്. കാരണം ന്യൂട്രൽ സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ അവിടെ തീരെ റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ളതല്ല, പക്ഷേ അത് റേറ്റ് കട്ട് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു സ്റ്റാൻസാണ് ന്യൂട്രൽ സ്റ്റാൻസ്. അത് തീർച്ചയായിട്ടും RBI വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റും GDP റേറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഈ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളും ഗ്ലോബൽ ക്യൂസും ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാർക്കറ്റിൻ്റെ ആ ഒരു അൺസർട്ടനിറ്റി അതിനെയൊക്കെ നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടും അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടുമായിരിക്കും ഇനിയൊരു റേറ്റ് കട്ടിൻ്റെ സാധ്യത പരിശോധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് RBIയുടെ ആ ഒരു കംഫർട്ടബിൾ സോണിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഇനിയും കുറയുമെന്നാണ് RBI പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്കണോമി ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണുള്ളത്. കൂടാതെ
അപ്പോൾ FY26 GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് അത് 6.5 തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ RBI. ഇപ്പോൾ GDP ഗ്രോത്ത് പോസിറ്റീവാണ്, ഇൻഫ്ലേഷൻ അതിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു റേറ്റ് കട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഇത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനും കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു 252 പോയിന്റിൻ്റെ ഒരു റാലി ഉണ്ടായത്. അപ്പോൾ ഈ ഒരു CRR റേറ്റ് കട്ടും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും ഇല്ലായിരുന്നുവെങ്കിൽ മാർക്കറ്റിൽ ചിലപ്പോൾ ഇന്നത്തെ ഒരു മൂവ് ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഓൾറെഡി 25% ഒരു റേറ്റ് കട്ട് എക്സ്പെക്റ്റേഷന് ഓൾറെഡി മാർക്കറ്റ് പ്രൈസിങ് ചെയ്തതാണ്. കാരണം ഇത് തീർച്ചയായിട്ടും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത ഒരു റേറ്റ് കട്ടാണ്. 0.5% റേറ്റ് കട്ട് ഒരിക്കലും മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇന്നുണ്ടായത്. എന്നാൽ ഈ 25,000 എന്നുള്ള ലെവലിൽ നിഫ്റ്റിയെ നിലനിൽക്കാൻ ഇത് സഹായിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയോ പ്രാവശ്യം ഈ 25,000 ടച്ച് ചെയ്തിട്ട് തിരിച്ചുപോയ അനുഭവമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ശക്തമായൊരു വോളിയം വരേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു മുന്നേറ്റം ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്തെ FII DII ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ശക്തമായൊരു ബൈങ് നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ വെറും 1000 കോടിയുടെ ബൈങ് ആണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. വെറും 1000 കോടി എന്ന് പറയാൻ കാരണം ഇന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ് 9,000 കോടിക്ക് മുകളിലാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 1000 കോടിയുടെ ബൈങ് വളരെ കുറവാണെന്ന് നമ്മൾ പറയേണ്ടി വരും. അതുകൂടാതെ തന്നെ ഇന്നലെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FIIs എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ FIIസിൻ്റെ ഒരു ഫണ്ട് ഫ്ലോ അത് ശക്തമായിട്ട് വരാത്തത് കൊണ്ടാണ് ഈ 25,000 ലെവലിലേക്ക് മുകളിൽ നമ്മുടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാത്തത്. അപ്പോൾ ഇനിയൊരു മാർക്കറ്റ് ആ രീതിയിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ US-ഉമായിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് ടോക്സ് അത് നല്ല രീതിയിലുള്ള ഒരു ഫൈനൽ ഔട്ട്കം വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലെ സെക്ടോറൽ ഇൻഡെക്സുകൾ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും വലിയ റാലി നടന്നിട്ടുള്ളത് റിയാലിറ്റി സെഗ്മെൻറ്റിലാണ് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം റേറ്റ് കട്ട് ഏറ്റവും അധികം ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് റിയാലിറ്റി സെഗ്മെൻറ്റിലാണ്, ഹൗസിംഗ് സെഗ്മെൻറ്റിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഹൗസിംഗ് ഡിമാൻഡ് വളരെയധികം ഈ ബാങ്കിൻ്റെ EMI-യുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ വലിയൊരു ഉണർവ് നമുക്ക് ഇനി പ്രതീക്ഷിക്കാം ഷോർട്ട് ടു മീഡിയം ടേമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇത് കൂടാതെ തന്നെ കൺസ്യൂമർ ഡിസ്ക്രിഷണറി മേഖലയിലും നല്ല തോതിലുള്ള ബൈങ് ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ കഴിയും. ഇത് കൂടാതെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും നല്ല തോതിലുള്ള ലിക്വിഡിറ്റി വർദ്ധിക്കാനുള്ള പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒഴുക്കിന് അത് കാരണമാകും. കാരണം നമുക്കറിയാം ഇപ്പോൾ ഇനി ബാങ്കുകളിൽ FD നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ FD റേറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈക്വിറ്റി മാർക്കറ്റാണ്. അപ്പോൾ കൂടുതൽ ഫണ്ട് ഈക്വിറ്റി മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യത അത് തീർച്ചയായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റിന് ഗുണം ചെയ്യും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ഈ ഒരു മേഖലയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഇൻ്റർമീഡിയേറ്ററി ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഇപ്പോൾ CDSL അതുപോലെ കെഫിൻ ടെക്നോളജീസ്, മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നല്ല മുന്നേറ്റം നടത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഓട്ടോ സെഗ്മെൻറ്റിലും നല്ലൊരു മുന്നേറ്റം ഇത് പ്രദാനം ചെയ്യും. കാരണം നമുക്കറിയാം വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഡൊമസ്റ്റിക് സെയിൽസ് വളരെ കുറവായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്മിങ് ക്വാർട്ടറിൽ നല്ലൊരു സെയിൽസ് ബൂം ഓട്ടോ സെഗ്മെൻറ്റിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റാണ് അടുത്ത ആഴ്ച നമുക്ക് കാണാൻ കഴിയുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഗ്ലോബൽ ക്യൂസ് ഇപ്പോഴും അതിൻ്റെ അനിശ്ചിതത്വത്തിൽ തുടരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ എലോൺ മസ്കും അതേപോലെ തന്നെ ട്രംപും തമ്മിലുള്ള യുദ്ധം ഒരു ഭാഗത്തും, റഷ്യ ഉക്രൈൻ വാർ മറ്റൊരു ഭാഗത്തും, US ചൈന ട്രേഡ് വാർ മറ്റൊരു ഭാഗത്തും, ഈ രീതിയിൽ മൊത്തത്തിൽ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഗ്ലോബൽ ക്യൂസ് ഉള്ളത്. അത് ഒരു സ്റ്റേബിൾ ആയാൽ മാത്രമേ നമുക്ക് മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ കൃത്യമായ ഡയറക്ഷൻ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you for watching. See you next time with another video.